നമസ്കാരം. സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. സെൻസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. ഏതൊരു കാര്യങ്ങളും സെൻസർ ചെയ്തതിന് ശേഷം മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നല്ല കാര്യമാണ്. സെൻസർഷിപ്പ് അല്ലെ സെൻസർ ബോർഡ് എന്ന് പറയുന്ന നല്ലൊരു സംവിധാനം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരുമാതിരിപ്പെട്ട ഇന്ത്യക്കാരെല്ലാവരും തന്നെ. എന്നാൽ ഈ സെൻസർ ബോർഡ് പാരകളാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ന് തോന്നുന്നു. പ്രവീൺ നാരായൺ എന്ന് പറയുന്ന ഒരാൾ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ഇത് സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെതാണ് ചിത്രം. അത് ഏറെക്കുറെ എൻ്റെ സിനിമയെല്ലാം പൂർത്തിയാക്കി ഒടുവിൽ സെൻസർ ബോർഡിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. ഈ പടം എങ്ങനെയെങ്കിലും റിലീസ് ചെയ്ത് കാണണമെന്ന് ഈ പറയുന്ന കോസ്മോസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. കാരണം ഏതൊരു സിനിമയും സത്യത്തിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം ഒരാളൊരു കഥയുണ്ടാക്കുന്നു, ആ കഥയ്ക്ക് തിരക്കഥയൊരുക്കുന്നു, ആ തിരക്കഥയും ആയിട്ട് ഏറെക്കാലം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഒടുവിൽ ആരെങ്കിലും ഒരാൾ ഡേറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിർമ്മാതാവ് ഞാൻ ഈ പടം ചെയ്തോളാം എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. അങ്ങനെ ഒരുപാട് ത്യാഗപൂർണമായ ഒരു ജീവിതമായിരിക്കും എപ്പോഴും ഒരു സിനിമാ സംവിധായകൻ്റെ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ. കഥയുണ്ട്, കഥയുടെ തിരക്കഥയുണ്ട്, എഴുതാൻ തനിക്കറിയാം, സംവിധാനം ചെയ്യാനറിയാം, പക്ഷേ നിർമ്മാതാവിനെ കിട്ടുന്നില്ല. നിർമ്മാതാവിനെ കിട്ടിക്കഴിയുമ്പോഴോ താൻ ഉദ്ദേശിക്കുന്ന ഒരു നടനെ അഭിനയിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി എപ്പോഴും ഈ സിനിമാ മേഖലയിൽപ്പെട്ടവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോഴാണ് ഇങ്ങനെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന, അതായത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ഷാജി കൈലാസിൻ്റെ ആണെന്ന് തോന്നുന്നു, ഈ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിന്താമണി കൊലക്കേസ് വളരെ മനോഹരമായി ഒരു അഡ്വക്കേറ്റിൻ്റെ വേഷം അവതരിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. അതിൻ്റെ ചുവട് പിടിച്ചിട്ട് പോകുന്ന തരത്തിൽ കുറേ കോർട്ട് റൂം രംഗങ്ങളൊക്കെ നിരവധിയായുള്ള സിനിമ കൂടിയാണ് ഈ പറഞ്ഞ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും അതൊരു പുതിയ ദൃശ്യാനുഭവമായിരിക്കും ഒരുപക്ഷെ മലയാളിക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഈ പറയുന്ന കേട്ടതൊന്നും ഈ സിനിമയുടെ പ്രൊമോഷൻ ആയിരിക്കും എന്ന് കരുതെങ്കിൽ തെറ്റിപ്പോയി. ഈ സെൻസർ ബോർഡ് ചെയ്തത് ഈ സിനിമയുടെ പ്രദർശനാനുമതി അങ്ങ് നിഷേധിച്ചു. നമ്മൾ വാർത്തകൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പം ഒരു നീക്കുപോക്ക് വേണമല്ലോ, എന്തിനും ഒരു നീക്കുപോക്കുണ്ടല്ലോ. അപ്പം സെൻസർ ബോർഡ് പറഞ്ഞ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നൊരു കാര്യം, ഈ ജാനകി വിദ്യാധരൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യൂ, ജാനകി വി എന്ന് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അതായത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാന പ്രശ്നമുള്ളത് വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞു. എന്തൊരു സുഖകരമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കണേ. അതിനകത്ത് ഈ പേര് പറയുന്ന കോർട്ട് റൂമുകളിൽ ജാനകി എന്ന് പറയുന്ന പേര് വരുന്നിടത്ത് മ്യൂട്ട് ചെയ്തേക്കാൻ. ജാനകി എന്ന പേര് വരുന്നിടത്ത് മ്യൂട്ട് ചെയ്യണം. ഇതിനു മുൻപ് മലയാളത്തിൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മലയാളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്താകമാനം നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി സിനിമകൾ ഇറങ്ങി ആ സിനിമകളൊക്കെ ഒരുപക്ഷെ വിജയത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഒരുപാട് സിനിമകൾ വിജയിക്കുകയും ഒരുപാട് സിനിമകൾ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ചരിത്രം തന്നെ നമ്മുടെ രാജ്യത്തിനുണ്ട്. ഒരു ചലച്ചിത്ര രംഗത്തെ ഒരു വലിയ ചരിത്രമാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴെന്തുകൊണ്ട് ജാനകി എന്ന് പറയുന്ന പേരിനോട്, ജാനകി ദൈവത്തിൻ്റെ പേരാണത്രേ. സീതാദേവിയുടെ മറ്റൊരു പേരാണ് ജാനകി. എന്ത് കഷ്ടമാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഒരു പേര് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരാൾക്ക് പോലും അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് നമ്മൾ പേര് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഈ പേരുകളൊക്കെ എവിടുന്ന കണ്ടുപിടിക്കുന്നത്? പലപ്പോഴും ഏതെങ്കിലും ദൈവങ്ങളുടെ പേരിൽ നിന്നാണ്. നമ്മളുടെ ഹിന്ദു ഇതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഹിന്ദു പേരുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ദൈവങ്ങളുടെ പേരാണ്. ഇപ്പോൾ രാമൻ, ലക്ഷ്മണൻ, രാഘവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അർജുനൻ, കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ കുചേലൻ ആർക്കും പേരില്ല. അത് വേറൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഹിന്ദു മിത്തോളജിയിലെ ദൈവങ്ങളുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പലരുടെയും പേരുകൾ ഇടുന്നത്. അപൂർവമായി മാത്രം ചില അസുരന്മാർ രാവണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പേരിടാറുണ്ട്. അല്ലാതെ ഈ അങ്ങനെ വരുമ്പോൾ ജാനകി എന്നുള്ള പേര്, ദേവകി ശ്രീകൃഷ്ണന്റെ അമ്മയാണ് എന്ന് വെച്ചാൽ ദേവകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും മലയാളത്തിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പേരാണ് ഇനി ഉപയോഗിക്കേണ്ടത് എന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? ജാനകി എന്നുള്ള പേര് ജാനകി വി എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പേരല്ലാതായി മാറുന്നത്? ഒരു വി കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ ഇനിഷ്യൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു വിദണ്ഡവാദം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വാദം. ഇവിടെയാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എടുത്ത് ചവറ്റുകൊട്ടകൾ കളഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഒരു സിനിമാ സംവിധായകന് അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകന് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒരു കഥാപാത്രത്തിന് പേര് കൊടുക്കാൻ കഴിയാത്ത ഒരു നാടേ.
ആ ഒരു കഥാപാത്രത്തിന് പേര് കൊടുത്തിട്ട് അതൊന്ന് രംഗത്തെത്തിച്ച് അഭ്രമാളിയിൽ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിർമ്മാതാക്കൾ. ഇപ്പൊ ഇങ്ങനെയുള്ള പിടികൂടെ ഇവരുടെ കഴുത്തിന് വീണ് കഴിഞ്ഞാൽ ഈ പറയുന്ന ചലച്ചിത്ര പ്രവർത്തകരെല്ലാം പണി മടക്കി മാറ്റി വെച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇവരൊക്കെ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തകരായി മാറേണ്ടി വരും. ആ ഗതികേടിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയാണ് ശരിക്കും ഈ സെൻസർ ബോർഡ് ചെയ്യുന്നത്. അല്ല, BJPയിലേക്ക് കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല. കാരണം എന്താ, ഈ സിനിമയിലെ പ്രധാന നടൻ ഒരു കേന്ദ്രമന്ത്രിയാണെന്നേ, കേന്ദ്ര സഹമന്ത്രി അല്ലേ സുരേഷ് ഗോപി. എന്നിട്ട് സുരേഷ് ഗോപി എന്താ വാ തുറന്നൊരക്ഷരം മിണ്ടിയില്ലല്ലോ. താൻ നരേന്ദ്രമോദി എടുക്കലും അമിത്ഷായുടെ മുന്നിലും പോയി നിന്നുകൊണ്ട് സിനിമ എൻ്റെ ചോറാണ്, എനിക്ക് സിനിമയില്ല, ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് പാവത്തുങ്ങളുടെ വയറ്റത്തടിച്ചൊരു സിനിമ ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്തത്? ക്യാബിനറ്റ് പദവിയുള്ള ഒരു സഹമന്ത്രിയല്ലേ സുരേഷ് ഗോപി, എന്നിട്ട് മിണ്ടിയോ? മിണ്ടുന്നില്ല. ഇതിപ്പോ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് ആർക്കും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ജാനകി ദൈവത്തിന്റെ പേരാണത്രേ. എന്ത് ഊളത്തരമാണ് ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഈ സിനിമ എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് അറിയാവുന്നവർക്ക്, അല്ലെ സിനിമ എന്ന് പറയുന്ന മേഖലയെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിലുള്ള ഓരോരുത്തരും എടുക്കുന്ന എഫർട്ടുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. സിനിമയുമായിട്ട് അടുത്ത് നിൽക്കണം, സിനിമയെ നമ്മൾ സ്നേഹിക്കണം. വെറുതെ കണ്ട് കളയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സിനിമ പലപ്പോഴും കാണുന്നത്. ആ സിനിമ കാണുമ്പോൾ അതിനകത്തുള്ള അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ, അതോടൊപ്പം അതിന് അണിയറ പ്രവർത്തകർ, ഇവരൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, വേദന മനസ്സിലാക്കണം. അവരുടെ കഷ്ടപ്പാട്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അവരുടെ കഷ്ടപ്പാടുകൾ. 2.5 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ടോ ഒരു സിനിമ കണ്ട് തീർക്കുമ്പോൾ അയ്യേ ഇത് കൊള്ളില്ല എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കും. പക്ഷേ ആ കൊള്ളില്ല എന്ന് പറയുന്ന ആസ്വാദനത്തിന്റെ ഭാഗമായി നമുക്കതിനെ കാണാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കുമ്പോൾ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സിനിമാ മേഖലയെ സ്നേഹിക്കുന്നവർക്ക് ചിന്തിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നും. കാരണം അയ്യോ കൊള്ളില്ല എന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ എത്ര പേരാണ് അതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടതെന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കാറുണ്ട്. എത്രയോ അധികം ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഒരു ഷോട്ട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് ബോയ് എത്രത്തോളം അതിനകത്ത് പാടുപെട്ടിട്ടുണ്ട്, എഡിറ്റർമാർ എന്ന് വേണ്ട സകലമാന ആൾക്കാരെയും നമുക്ക് അതിനകത്ത് എടുത്ത് പറയേണ്ടി വരും. പിന്നെ ഇതിനെല്ലാം വേണ്ടി കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാതാവുണ്ട്. എങ്ങനെയെങ്കിലും ആ പടം ഒന്ന് ഇറങ്ങി ആ പടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുക്കുക, അതാണ് അവരുടെ ലാഭം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വിവാദം സൃഷ്ടിക്കുന്നത് ഇനിയിപ്പോൾ എന്താ, സുരേഷ് ഗോപി ചിലപ്പോൾ ഈ പടത്തിന് പ്രൊമോഷന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷേ ഇത്തരം അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ നമുക്കൊരിക്കലും ഒരു സിനിമാ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ചില പിടിവാശികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല സത്യത്തിൽ. കാരണം ഇങ്ങനെ പേരുകൾ മാറ്റി നിങ്ങൾ പേര് അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ആ പേര് മ്യൂട്ട് ചെയ്തേക്കുക, സബ് ടൈറ്റിൽ പോലും നമ്മൾ ആ പേരിനോടൊപ്പം ജാനകി V എന്ന് ഉപയോഗിക്കുക. ഇതൊക്കെ പ്രാക്ടിക്കലി എങ്ങനെ പോസിബിൾ ആകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ തന്നെയുമല്ല, ഈ സിനിമ പിന്നീട് ഇനിയും ചെലവിലേക്ക് പോവല്ലേ. ഈ കോസ്മോസ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ആ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ വീണ്ടും അടുത്ത ചെലവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി പ്രതിസന്ധികളിലേക്ക് ഒരു മേഖലയെ കൊണ്ടുവന്ന് തള്ളിയിടുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണോ ഈ സെൻസർ ബോർഡ്? ഒരിക്കലും സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ പിൻപറ്റി നിൽക്കരുത്. കാരണം ഈ സെൻസർ ബോർഡ് ചെയ്യേണ്ടത് സിനിമയിലുള്ള രംഗങ്ങളിൽ എവിടെയെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടോ, അതായത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നതാണോ, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ലാത്ത വല്ലതും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അത് മാത്രം ചെയ്താൽ മതി. അതിനല്ല കഥാപാത്രങ്ങളുടെ പേര് ഓരോ കഥാപാത്രങ്ങളുടെയും നമ്മൾ സൃഷ്ടിക്കുമ്പോൾ ആ പറയുന്ന പേരിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. എപ്പോഴും ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ്, ഒരു പേരിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും എപ്പോഴും ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പേര് മോശമാണ് എന്ന് സെൻസർ ബോർഡ് വിധി എഴുതി കഴിഞ്ഞാൽ എന്തൊരു നീചത്വമാണ്, അല്ലെങ്കിൽ എന്തൊരു വൃത്തികേടാണ്. സിനിമയെന്ന് പറയുന്നതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും കൊണ്ടിരുത്തണം, അല്ലാതെ ഈ മതത്തെക്കുറിച്ച് തീവ്ര മതവാദികളെയൊന്നും ഈ പറയുന്ന സെൻസർ ബോർഡിൽ കൊണ്ടുവന്ന് ഇരുത്തരുത്, തീവ്ര ഹിന്ദുത്വവാദികളെയൊന്നും കൊണ്ടുവന്ന് അവിടെ ഇരുത്തരുത്. ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ കത്തി കയറ്റാൻ പിന്നെ കഴിവുള്ള അല്ലെങ്കിൽ കത്തി കയറ്റാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഇത്തരത്തിലുള്ള കഴിവുകെട്ടവരെ ഒന്നും സത്യത്തിൽ ഈ പറയുന്ന സെൻസർ ബോർഡിൻ്റെ തലപ്പത്തേക്ക് ഇരുത്തരുത്. ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ നാശത്തിന് കാരണമായി തീരും. ഒരു ഇൻഡസ്ട്രി തന്നെ തകർന്നു പോകും. ഇനിയിപ്പം ഏതെങ്കിലും ഒരു ഹിന്ദു വേഷത്തിൽ ഒരു മുസ്ലിം അഭിനയിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ ഈ സിനിമ പിന്നെ പ്രദർശിപ്പിക്കാൻ കഴിയില്ലെന്ന്. ആ ഒരു തരത്തിലേക്ക് വരെ ഇനി ഒരുപക്ഷെ ഇനി സമീപഭാവിയിൽ ഉണ്ടായെന്നിരിക്കും. ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഒരു ഹിന്ദു യുവാവിൻ്റെ പേരിൽ ഒരു ഹിന്ദു ക്യാരക്ടറായി ഒരു സിനിമയിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ നാളെ അതിന് കത്തിവെക്കും, ഇയാൾ മുസ്ലിം അല്ലേ, പിന്നെ എന്തിനൊരു ദൈവത്തിൻ്റെ പേരുള്ള ഹിന്ദുവായി അഭിനയിക്കുന്നു എന്നൊരു ചോദ്യം നാളെ വരുന്ന ഒരു ഭീകരാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം.
മമ്മൂട്ടി എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന മമ്മൂട്ടി തന്നെ ആദ്യം എടുക്കുക. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചാൽ നാളെ അതിന് കത്തിവെക്കും ഈ സെൻസർ ബോർഡുകാർ. അതിനും മടിക്കില്ല എന്നാണ് പറഞ്ഞത്. നാളെ വെക്കുമെന്ന് ഉറപ്പില്ല. അതിനും മടിക്കാത്തവരായി ഈ സെൻസർ ബോർഡ് അധപ്പതിക്കാൻ അനുവദിക്കരുത്. അതിന് ഈ പറയുന്ന പോലെ ഹൈക്കോടതി ആയിരുന്നാലും കോടതികൾ ഇടപെട്ടുകൊണ്ട് ഇതിനകത്ത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ സിനിമാ വ്യവസായത്തെ രക്ഷിക്കാൻ വേണ്ടി ഇനി ചെയ്യാനുള്ളത്.